ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ലെക്ചറിൽ നമ്മൾ സെഡ് ട്രാൻസ്ഫോമിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ കണ്ടിരുന്നു. ഈ ലെക്ചറിൽ നമ്മൾ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സെഡ് ട്രാൻസ്ഫോം ആൻഡ് ഡിസ്ക്രീറ്റ് ടൈം ഫോറിയർ ട്രാൻസ്ഫോം ആണ് കാണാൻ പോകുന്നത്. ഓക്കെ, സോ ഈ ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ദർ ഇസ് എ കണ്ടീഷൻ ഫോർ ദ എക്സിസ്റ്റൻസ് ഓഫ് സെഡ് ട്രാൻസ്ഫോം. ആ കണ്ടീഷൻ എന്താണ് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. നമ്മൾ ലാപ്ലേസ് ട്രാൻസ്ഫോമിലും ഇതേപോലൊരു കണ്ടീഷൻസ് ഓഫ് എക്സിസ്റ്റൻസ് കണ്ടിരുന്നു. അതിന് നമ്മൾ എന്തായിരുന്നു കണ്ടിരുന്നത്? നമ്മളുടെ സിഗ്നൽ മസ്റ്റ് ബി എ ഫൈനൈറ്റ് വാല്യൂ എന്ന് പറഞ്ഞിരുന്നു. അതേ ഒരു കണ്ടീഷൻ തന്നെ നമുക്കിവിടെ എടുത്ത് നോക്കാം. ദാറ്റ് മീൻസ് എക്സ് ഓഫ് സെഡ് എന്ന് പറയുന്ന സെഡ് ട്രാൻസ്ഫോമിൻ്റെ മോഡുലസ് മസ്റ്റ് ബി ലെസ് ദാൻ ഇൻഫിനിറ്റി. ഈ ഒരു എക്സ്പ്രഷനാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. സോ ലെറ്റ് us take like this: modulus of x of z is less than infinity. that is, ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഒരു ഫൈനൈറ്റ് ആയിരിക്കുമ്പോൾ മാത്രമേ നമുക്ക് z ട്രാൻസ്ഫോം എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്യാൻ പറ്റുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു കണ്ടീഷനാണ് നമ്മളിവിടെ എടുക്കുന്നത്. സോ ഇതിനെ നമ്മളൊന്ന് എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിലോ, മോഡുലസ് ഓഫ് എക്സ് ഓഫ് സെഡിൻ്റെ എക്സ്പ്രഷൻ എന്തായിരുന്നു? സമ്മേഷൻ n is equal to minus infinity to infinity x of n, that is the input into z raised to minus n ആണ് നമ്മളുടെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ദിസ് മസ്റ്റ് ബി ലെസ് ദാൻ ഇൻഫിനിറ്റി. ഓക്കെ, ഇതിൽ നമുക്കറിയാം സെഡിൻ്റെ വാല്യൂ എന്തായിരുന്നു? ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ആർ ഇ റേസ് ടു ജെ ഒമേഗ. ഈ സെഡിൻ്റെ വാല്യൂ നമ്മൾ ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, ദാറ്റ് മീൻസ് സമ്മേഷൻ n is equal to minus infinity to infinity x of n into z എന്ന് പറയുന്നത് എന്താണ്? ആർ ഇ റേസ് ടു ജെ ഒമേഗ. ഇതിൻ്റെ മൈനസ് n ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ആൻഡ് ഈ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കണം? മസ്റ്റ് ബി ലെസ് ദാൻ ഇൻഫിനിറ്റി ആയിരിക്കണം. ഓക്കെ, ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിനകത്തുള്ള ടേമിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുകയാണ്. സോ ഈ സമ്മേഷൻ എന്ന് പറയുന്നത് നമുക്ക് മോഡുലസിന് പുറത്തേക്ക് എടുക്കാം. സോ സമ്മേഷൻ n is equal to minus infinity to infinity മോഡുലസ് ഓഫ് എക്സ് ഓഫ് n ഇൻറ്റു ആർ റേസ് ടു മൈനസ് എൻ എന്നുള്ള ടേം ഞാൻ ആദ്യം എടുക്കുകയാണ്. സോ ആർ റേസ് ടു മൈനസ് എൻ ഞാൻ എടുത്തു. ബാക്കി വരുന്നത് എന്താണ്? ഇൻറ്റു ഇ റേസ് ടു, ഈ മൈനസ് അവിടെ വരുന്നുണ്ട്. സോ മൈനസ് ജെ ഒമേഗ എൻ. മോഡുലസ് ഓഫ് ദിസ് മസ്റ്റ് ബി ലെസ് ദാൻ ഇൻഫിനിറ്റി. സോ ഇതിൽ നിങ്ങൾ നോക്കിയാൽ കാണാം, ദിസ് ടേം ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ എന്നിൻ്റെ മോഡുലസ് എന്ന് പറയുന്ന ടേം ഇറ്റ്സ് ബേസിക്കലി 1 ആണ്. അതെങ്ങനെ 1 വരും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. ഇ റേസ് ടു ജെ തീറ്റ എന്ന് പറയുന്ന ഒരു വാല്യൂ ആണെന്ന് വിചാരിക്കാം. അതിൻ്റെ മോഡുലസ് ഞാൻ എടുക്കുകയാണെങ്കിൽ വാട്ട് ഈസ് ഇ റേസ് ടു ജെ തീറ്റ? ദാറ്റ് ഈസ് കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ. ഇതിൻ്റെ മോഡുലസ് ആണ് നമുക്ക് വേണ്ടത്. ആൻഡ് വാട്ട് ഈസ് എ മോഡുലസ് ഓഫ് ദിസ്? ദാറ്റ് ഈസ് നത്തിങ് ബട്ട് റൂട്ട് ഓഫ് കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ. ദിസ് ഈസ് നത്തിങ് ബട്ട് 1. സോ നമുക്ക് ഈ ടേം എന്തായി പോവും? 1 ആയിപ്പോവും. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ മാറും? സമ്മേഷൻ n is equal to minus infinity to infinity modulus of x of n r raised to minus n of modulus less than infinity ആണ് നമുക്ക് കിട്ടുക. This is the condition for the existence. സോ ഈ വാല്യൂ എക്സ് ഓഫ് എൻ ഇൻറ്റു ആർ റേസ് ടു മൈനസ് എൻ എന്ന് പറയുന്ന വാല്യൂ മസ്റ്റ് ബി ലെസ് ദാൻ ഇൻഫിനിറ്റി. ദാറ്റ് ഈസ് ദിസ് മസ്റ്റ് ബി എ ഫൈനൈറ്റ് വാല്യൂ. സോ ഈ ഒരു വാല്യൂ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മളുടെ എക്സ് ഓഫ് എൻ എന്ന് പറയുന്ന സിഗ്നലിന് സെഡ് ട്രാൻസ്ഫോം ഉണ്ടാവുകയുള്ളൂ. സോ ദാറ്റ് ഈസ് എ കണ്ടീഷൻ ഫോർ എക്സിസ്റ്റൻസ്. കണ്ടീഷൻ ഫോർ എക്സിസ്റ്റൻസ്. ഓക്കെ, ഇനി നമുക്ക് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സെഡ് ട്രാൻസ്ഫോം ആൻഡ് ഡിസ്ക്രീറ്റ് ടൈം ഫോറിയർ ട്രാൻസ്ഫോമിലേക്ക് നോക്കാം. ഇതിൻ്റെ റിലേഷൻഷിപ്പ് കാണാൻ വേണ്ടിയിട്ട് ലെറ്റ് മീ ടേക്ക് ദ എക്സ്പ്രഷൻ എക്സ് ഓഫ് സെഡ്. നമ്മുടെ സെഡ് ട്രാൻസ്ഫോമിൻ്റെ എക്സ്പ്രഷനാണ്. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് സമ്മേഷൻ n is equal to minus infinity to infinity x of n, that is the input, into z raised to minus n. This is the expression for Z transform. ഇനി നമ്മൾ ഡിസ്ക്രീറ്റ് ടൈം ഫോറിയർ ട്രാൻസ്ഫോമിൻ്റെ എക്സ്പ്രഷൻ നമ്മൾ എടുക്കുകയാണ്. എന്തായിരുന്നു അത്? എക്സ് ഓഫ് ഒമേഗ ഈസ് ഈക്വൽ ടു സമ്മേഷൻ n is equal to minus infinity to infinity x of n into
e raised to minus j omega n. ഇതാണ് നമ്മളുടെ ഡിസ്ക്രീറ്റ് ടൈം ഫോറിയർ ട്രാൻസ്ഫോമിൻ്റെ എക്സ്പ്രഷൻ. സോ ഈ സെയിം എക്സ്പ്രഷൻ ഞാനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുകയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു സമ്മേഷൻ n is equal to minus infinity to infinity x of n into e raised to ഇവിടെ വരുന്ന n എന്ന് പറയുന്ന ടേം ഈ മൈനസ് എന്നിനെ ഞാൻ പുറത്തേക്ക് എടുക്കുകയാണ്. ദാറ്റ് ഈസ് മൈനസ് n. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 1 ആൻഡ് ഇക്വേഷൻ നമ്പർ 2. ലെറ്റ് us compare ഇക്വേഷൻ നമ്പർ 1 and 2. കമ്പയർ 1 and 2. കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എന്താ, സമ്മേഷൻ സെയിം ആണ്, എക്സ് ഓഫ് എൻ സെയിം ആണ്, ആൻഡ് ബാക്കി വരുന്ന എന്താണ്, സെഡ് റേസ് ടു മൈനസ് എൻ ആണ്. ഇവിടെ ഈ ഒരു ടേമിനെ നമ്മൾ സെഡ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ റേസ് ടു മൈനസ് എൻ. സോ ഈ രണ്ട് ഇക്വേഷൻ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കൺക്ലൂഷനിലെത്താം, ദാറ്റ് ഈസ് ഇഫ് സെഡ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു ജെ ഒമേഗ ആണെങ്കിൽ ഈ രണ്ട് ഇക്വേഷനും സെയിം ആയിരിക്കുമല്ലോ. ദിസ് മീൻസ് എക്സ് ഓഫ് സെഡ്, that is x of z is equal to എന്താണ്, x of omega when z is equal to e raised to j omega. This is the relationship between z transform and discrete time Fourier transform. ഈ സെയിം റിലേഷൻഷിപ്പ് നമുക്ക് മറ്റൊരു രീതിയിലും കണ്ടുപിടിക്കാവുന്നതാണ്. അതായത് നമ്മളുടെ x of z, നമ്മളുടെ z ട്രാൻസ്ഫോമിൻ്റെ എക്സ്പ്രഷനാണ്. just nothing but summation n is equal to റേഞ്ച് നമുക്ക് അവിടെ വരും x of n into z raised to minus n എന്നുള്ളതാണ് നമ്മുടെ ആക്ച്വൽ ഇക്വേഷൻ. നമുക്കറിയാം ഇതിൽ z is equal to എന്താണ്, r e raised to j omega ആണ്. let us substitute this here. so x of n into z ന് പകരം നമുക്ക് എന്ത് വരും, r e raised to j omega. z ന് പകരം നമുക്ക് r e raised to j omega വരും, ആൻഡ് ഹോൾ raised to minus n ആണ് നമുക്കവിടെ വരാം. ഓക്കെ, ദിസ് ഈസ് ഈക്വൽ ടു, ഇതിനെ ഞാൻ നേരത്തെ റീഅറേഞ്ച് ചെയ്ത പോലെ തന്നെ റീഅറേഞ്ച് ചെയ്ത് എഴുതുകയാണ്. ദാറ്റ് ഈസ് എക്സ് ഓഫ് എൻ ഇൻറ്റു ആർ റേസ് ടു മൈനസ് എൻ എന്നുള്ളത് മാറ്റിയതിന് ശേഷം ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ എൻ എന്നും എഴുതുകയാണ്. ദാറ്റ് മീൻസ് ഈ ഒരു എക്സ്പ്രഷൻ ഞാൻ ഒരുമിച്ച് എഴുതുകയാണെങ്കിൽ ഈ എക്സ്പ്രഷനും നമ്മളുടെ ഡിസ്ക്രീറ്റ് ടൈം ഫോറിയർ ട്രാൻസ്ഫോമിൻ്റെ എക്സ്പ്രഷനോടെ കമ്പയർ ചെയ്ത് നോക്കുക. ദാറ്റ് മീൻസ് എക്സ് ഓഫ് എൻ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ എൻ ആണ് നമുക്കവിടെ വരുന്നത്. ഇവിടെയും ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ എൻ ആണ് വരുന്നത്. സോ എക്സ് ഓഫ് എന്നിന് പകരം എക്സ് ഓഫ് എൻ ഇൻറ്റു ആർ റേസ് ടു മൈനസ് എൻ എന്ന് പറയുന്ന ടേം നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി സെഡ് ട്രാൻസ്ഫോം. സോ നമുക്ക് ആ കമ്പാരിസൺ എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം, ദാറ്റ് ഈസ് ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് എക്സ് ഓഫ് എൻ ഇൻറ്റു ആർ റേസ് ടു മൈനസ് എൻ will give you the z transform. ഓക്കെ, നമുക്ക് z ട്രാൻസ്ഫോം കിട്ടുകയാണെങ്കിൽ അതിൽ നിന്ന് ഡിസ്ക്രീറ്റ് ടൈം ഫോറിയർ ട്രാൻസ്ഫോം കാണാനും, നേരെ തിരിച്ച് നമുക്ക് ഡിസ്ക്രീറ്റ് ടൈം ഫോറിയർ ട്രാൻസ്ഫോം ആണ് കിട്ടുന്നതെങ്കിൽ അതിൽ നിന്ന് z ട്രാൻസ്ഫോം കാണാനും ഈ രണ്ട് ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ട് ചെയ്യാവുന്നതാണ്. സോ ദിസ് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ z ട്രാൻസ്ഫോം ആൻഡ് ഡിസ്ക്രീറ്റ് ടൈം ഫോറിയർ ട്രാൻസ്ഫോം. സോ ഇത്രയാണ് ഈ വീഡിയോയിലുള്ളത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക, ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.